നിങ്ങൾ അറിഞ്ഞു കാണും ഫൈനൽ കട്ട് പ്രോ 11 റിലീസായിട്ടുണ്ട് അല്ലേ. 10.8.1 കഴിഞ്ഞ് 10.9 ഒന്നും വരാതെ നേരെ 11ലേക്കാണ് റിലീസായത്. 11 അവർ ഭയങ്കര അടിപൊളി ഒരു ഫീച്ചറായിട്ട് പറയുന്നത് മാഗ്നറ്റിക് മാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതായത് ഒരാളിങ്ങനെ ഉണ്ടെങ്കിൽ ആൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റോട്ടോസ്കോപ്പിംഗ് ഒക്കെ പോലെ തന്നെ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പിലൊക്കെ ഒറ്റ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് സെലക്ട് ആവില്ല, അതേപോലെ സെലക്ട് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം ഒരു സിംഗിൾ മാനിൽ ടെസ്റ്റ് ചെയ്യാം, പിന്നെ ഒരു ഗ്രീൻ സ്ക്രീൻ ടെസ്റ്റ് ചെയ്യാനുണ്ട്, പിന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾ ടെസ്റ്റ് ചെയ്യാനുണ്ട്, പിന്നെ എൻ്റെ കാർ അതായത് വെഹിക്കിൾ ടെസ്റ്റ് ചെയ്യാനുണ്ട്, പിന്നെ ഇവിടെ ഉള്ളൊരു പോത്തുകുട്ടി, ഇതിനെ അതായത് ആനിമൽ. അപ്പോൾ ഇവർ കളർ നോക്കിയാണ് ഇതിനെ പിക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഒരു ഫുട്ടേജ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തതിലേക്ക് കാണിക്കാൻ പോവുകയാണ്. വേണ്ടത്ര ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് അതായത് ഈ ഒരു ഗ്രീൻ സ്ക്രീൻ ആണ് റിമൂവ് ചെയ്യേണ്ടത്. ഇവിടെ ഗ്രീൻ സ്ക്രീൻ റിമൂവൽ യൂസ് ചെയ്താൽ മതി. എങ്കിലും ഞാൻ ഈ മാജിക് ടൂൾ ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നമ്മുടെ എഫക്ട് ബ്രൗസറിൻ്റെ അകത്ത് വരിക. എഫക്ട് ബ്രൗസറിൻ്റെ അകത്ത് മാസ്കിംഗ് ആൻഡ് കീയിങ്ങിൻ്റെ അകത്താണ് മാഗ്നറ്റിക് മാസ്ക് വരുന്നത്. സാധാരണ എഫക്റ്റുകളൊക്കെ വരുമ്പോൾ തന്നെ ഈ ഒരു പാനലിൻ്റെ അകത്ത് തന്നെയാണ് വരുന്നത് മാഗ്നറ്റിക് മാസ്ക് കേട്ടോ. അപ്പോൾ മാഗ്നറ്റിക് മാസ്ക് ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക, വേറെ ഒന്നും ചെയ്യാനില്ല. ഡ്രാഗ് ചെയ്ത് ഇതേപോലെ ടൈം ലൈനിൽ ആഡ് ചെയ്തിങ്ങനെ ഫൂട്ടേജിലേക്ക് ഡ്രാഗ് ചെയ്ത് വിടുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇവിടെ ഒരു പുതിയ ബാർ അപ്പിയർ ആവും. ഇനി നമുക്ക് ഇവിടെ അനലൈസ് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ നമ്മളിവിടെ കളർ പാനലൊക്കെ ആണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഇവിടെ വരില്ല കേട്ടോ. അത് നമുക്ക് കറക്റ്റായിട്ട് വീഡിയോ ഇൻസ്പെക്ടർ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ തന്നെയാണെന്ന് കൺഫേം ആക്കുക. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഇനി എന്ത് ചെയ്യണം, എനിക്ക് വേണ്ട ഒബ്ജക്റ്റിനെ ഒന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്നെ തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. സെലക്ട് അടിപൊളിയിൽ ഒരൊറ്റ ക്ലിക്കിൽ സെലക്ട് ആയിട്ടുണ്ട് മൊത്തം ഏരിയ. ഇവിടെ കുറച്ച് ബ്ലാക്ക് പോയിട്ടുണ്ടായിരുന്നു, ആ ഭാഗം ഒന്ന് എടുത്തു. ഇവിടെ കൈൻ്റെ അവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലേ, അവിടെ എന്ത് ചെയ്യണം, ഓപ്ഷൻ കീ പ്രസ് ചെയ്ത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ആ ഭാഗം അങ്ങ് മൈനസ് ആയിട്ട് പോയി. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം അറിയാം, ഇതിനെ അനലൈസ് ചെയ്യണം. ഇപ്പോൾ ഈ ഒരു പോയിന്റ് മാത്രമേ സെലക്ട് ആയിട്ടുള്ളൂ. സെലക്ട് ആയ പോയിന്റ് ഇതേപോലെ കളർ കാണാൻ പറ്റും. അത് നമുക്കിവിടെ ഇൻസ്പെക്ടറിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കളർ മാറ്റാം. സെലക്ഷൻ്റെ കളർ ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളറിലേക്ക് മാറ്റി വെക്കണമെങ്കിൽ അങ്ങനെ മാറ്റാം. ഇപ്പോൾ സാധാരണ ഇതിൽ റെഡ് തന്നെയാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ റെഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഫെദറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ട്രാക്ക് ചെയ്ത ശേഷം നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം അല്ലേ. ഇവിടെ അനലൈസ് കൊടുത്തു. അപ്പോൾ എന്താ സംഭവിക്കുന്നത് കണ്ട, ചുറ്റിലുള്ള ആ ഒരു ഓപ്ഷൻ അവിടെ തന്നെ കിടന്ന് കറങ്ങുകയാണ്. ഇതേപോലെ അനലൈസ് വന്നു, ബാക്കോട്ടേക്ക് മുന്നിലേക്കും അനലൈസ് ചെയ്തു. അടിപൊളിയായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കാം അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ ഈ ഇൻസ്പെക്ടറിൻ്റെ അകത്ത് തന്നെ വരിക. ഇൻസ്പെക്ടറിൽ വീഡിയോ ഇൻസ്പെക്ടറിൻ്റെ അകത്ത് താഴെ മാഗ്നറ്റിക് മാസ്ക് എന്നുള്ള 2 ഓപ്ഷൻസ് ഇവിടെ ഉണ്ടാവും. ഇതിലിങ്ങനെ വ്യൂ മാസ്കിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെയാണ് മാസ്ക് ആയതെന്ന് കറക്റ്റ് കാണാൻ പറ്റും അല്ലേ. കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ആ വ്യൂ മാസ്ക് ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കാണാൻ പറ്റും. ഇനി നമുക്ക് എക്സ്ട്രാ മാസ്ക് ആഡ് ചെയ്യണമെങ്കിലോ ഇവിടെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആഡ് മാഗ്നറ്റിക് മാസ്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത്തെ മാഗ്നറ്റിക് മാസ്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. ഇതേപോലെ വേറെ കളർ സെലക്ട് ചെയ്യണമെങ്കിൽ വേറൊരു കളർ നമുക്ക് സെലക്ട് ചെയ്യാം. കണ്ടോ, ഇതേപോലെ വേറൊരു മാസ്കിങ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഇതേപോലെ രണ്ടാമതൊരു മാസ്ക് കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടാത്തതുകൊണ്ട് ഞാൻ അതിനെ ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഈ ഒരു മാസ്ക് നമുക്ക് വേണ്ട, നമുക്ക് ഈ ഒരു മാസ്ക് തന്നെ ധാരാളമാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് കൂടി കാണും. മുകളിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് മാസ്കിന് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് പോകും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം സൈഡിൽ ഇങ്ങനെ കുറച്ച് പച്ച കളർ ഉണ്ടല്ലേ, അതിനെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഫെദർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഫെദർ ഉള്ളോട്ട് വലിച്ചു കഴിഞ്ഞാൽ കുറച്ച് പച്ചയൊക്കെ പോകുന്നുണ്ട്. എന്നാലും ഇത് ഗ്രീൻ സ്ക്രീൻ ആയതുകൊണ്ടായിരിക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ. ഇപ്പോൾ ഇത്തിരി പച്ച കളയാൻ വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കട്ട് ചെയ്ത് പോയല്ലോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ 2 ഓപ്ഷൻ ചെയ്യാം. ഒന്നെങ്കിൽ ഗ്രീൻ സ്ക്രീൻ റിമൂവൽ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രീൻ സ്ക്രീൻ അങ്ങ് നല്ലപോലെ പോയിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ ഇതേപോലെ മാനുവൽ വന്നിട്ട് ഗ്രീൻ തന്നെയാണോ പോയെന്നുള്ളത് ഇതേപോലെ ഗ്രീൻ ഒന്ന് കറക്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഗ്രീൻ സ്ക്രീൻ റിമൂവ് ആകുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ തന്നെ ഗ്രീൻ സ്ക്രീൻ റിമൂവ് ആവും, എന്നാലും ഇത് കുറച്ചും കൂടെ ബെറ്റർ ആണ്. ഇനി ഇതേപോലെ ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഇവിടെ കളർ പാനിൻ്റെ അകത്ത് വരിക. ഇവിടെ നമുക്ക് ഹ്യൂ സാച്ചുറേഷൻ കർവ് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് ഒന്നിട്ട് ഈ പച്ചയുടെ സാച്ചുറേഷൻ ഇത്തിരിയും കുറച്ച് കളയാം. പച്ചയുടെ സാച്ചുറേഷൻ കുറയ്ക്കുന്ന സമയത്ത് കണ്ടോ നമ്മുടെ തലയിലുള്ള പച്ച കളർ അങ്ങ് പോവും, ഡ്രസ്സിലേക്കുള്ള പച്ച കളർ അങ്ങ് പോവും. അതേപോലെ ലൂമിനൻസ് എന്ത് ചെയ്യുക, ഒരല്പം കുറച്ച് കൊടുക്കുക. ഈ പച്ചയിൽ വന്ന് കുറച്ച് കൊടുത്താൽ കണ്ടോ ഇതേപോലെ അവിടെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ ഗ്രീൻ സ്ക്രീൻ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, ഇതേപോലെ ഒഴിവാക്കാനും പറ്റും. ഇപ്പോൾ ഗ്രീൻ സ്ക്രീൻ നല്ല പക്കയായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ, നല്ല ഭംഗിയിൽ റിമൂവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ഓപ്ഷൻ നോക്കാം അല്ലേ. അടുത്ത് നമ്മളൊരു സിംഗിൾ ആൾ, അതായത് എൻ്റെ അച്ഛൻ ഇവിടെ നിൽക്കുന്ന ഒരു വീഡിയോ ആണ്. ഇനി ഒന്ന് ചെയ്ത് നോക്കാം. നേരത്തെ പറഞ്ഞ അതേ ഓപ്ഷൻ തന്നെ മാഗ്നറ്റിക് മാസ്ക് ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ കളർ പാനലാണ് നേരെ പുറത്തേക്ക് വരണം കേട്ടോ. എന്നിട്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്യുക. അടിപൊളി. കാലിൻ്റെ ഇവിടെ ഇത്തിരി കൂടെ മിസ്സിങ് ആണെങ്കിൽ ഒന്ന് സൂം ചെയ്യുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ ട്രാക്ക് ചെയ്യണം അല്ലേ. ഇവിടെ അനലൈസ് കൊടുക്കുക. അപ്പോൾ അത് ട്രാക്ക് ആയിരിക്കും. നല്ല അടിപൊളിയായി ട്രാക്ക് ആയിട്ടുണ്ട് കേട്ടോ. അത് നോക്കിയേ, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് പോകും. കണ്ടോ, ഇവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. മാഗ്നറ്റിക് മാസ്ക് എന്നുള്ള നല്ല അടിപൊളിയായിട്ട് കട്ടായിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു ഇത്ര ഞാൻ പ്രതീക്ഷയില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നൊക്കെ വളരെ ഷോക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളുകളൊന്ന് പരീക്ഷ നോക്കാം അല്ലേ. ജസ്റ്റ് ഇത് കാണാൻ താല്പര്യം ഉണ്ടല്ലോ അല്ലേ.
ഇപ്പോൾ അമ്മേൻ്റെ ഒരു വീഡിയോ അമ്മേനെ ഒന്ന് ക്ലിക്ക് ചെയ്തു, മോളെ ഒന്ന് ക്ലിക്ക് ചെയ്തു, അച്ഛനെ ഒന്ന് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെയൊക്കെ മൈനസ് ആഡ് ചെയ്ത് കൊടുക്കുക. വേണ്ടാത്ത ഭാഗങ്ങൾ തലയുടെ കുറച്ച് ഭാഗം കറക്റ്റായിട്ട് മാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടും. അവിടെ കാല് പോയിട്ടുണ്ട്, കാലൊന്ന് ആഡ് ചെയ്യുക. അതേപോലെ ഇവിടെ ഗ്യാപ്പുകൾ വരുന്ന ഭാഗങ്ങൾ ഒഴിവാക്കുക. മുമ്പോ ടയറൊക്കെ കയറിപ്പോയി, മൊബൈലൊന്ന് ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്തായിരുന്നു അവിടെയൊക്കെ. ഓക്കെ, ഓൾമോസ്റ്റ് ഒക്കെ ക്ലിക്ക് ആയിട്ടുണ്ട്. ഇനി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം അല്ലേ. വാ, നല്ല അടിപൊളിയായിട്ട് അനലൈസ് ആകുന്നുണ്ട് കേട്ടോ. കുറച്ച് എനിക്ക് തോന്നുന്നു അവിടെ നിന്നൊക്കെ ചെറുതായിട്ട് കയറുന്നുണ്ടാവും. ആ വണ്ടിയുടെ ഒരു ചുവന്ന വര ഉണ്ടല്ലോ, അതിലൊക്കെ വരുന്നുണ്ട്. കുഴപ്പമില്ല, എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റിമൂവ് ആകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവർക്കൊരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഇൻസ്പെക്ടറിൽ വന്നിട്ട് മാഗ്നറ്റിക് മാസ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ബാക്ക്ഗ്രൗണ്ട് പോയില്ലേ. ഇനി അവിടേക്ക് നമുക്ക് വേറെ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട്, ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് വെറുതെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബീച്ച് ആഡ് ചെയ്യണം. ഇതൊന്നും കറക്റ്റ് അല്ല കേട്ടോ, നിങ്ങൾക്ക് നല്ല വൃത്തിയിൽ ഇനിയും വേറെ ചെയ്യാനുണ്ട്. അപ്പോൾ തൽക്കാലം ഞാനിങ്ങനെ ആഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഇതേപോലെ ആഡ് ചെയ്യാമെന്ന് പറയാണ്. ഫെദർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അവിടെ വന്നിട്ട് ഫെദർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്വാളിറ്റിയുള്ള ഒരു വീഡിയോ അവിടെ കാണാൻ പറ്റും. കുഴപ്പമില്ല, എന്നാലും കളർ ഗ്രേഡ് ചെയ്യാൻ നല്ല സ്റ്റേബിളായിട്ട് വെക്കുക. വീഡിയോ നിങ്ങൾക്ക് അറിയാമല്ലോ ചെയ്യാൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ കാണിച്ചു എന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇതേപോലെ കട്ട് ചെയ്യാം. ഇനി നമുക്ക് നോക്കാനുള്ള നമ്മുടെ പോത്തുകുട്ടനാവുമോ നോക്കാം അല്ലേ. ആനിമൽ നേരത്തെ പറഞ്ഞ കണക്കിനാണെങ്കിൽ ഞാൻ ഓവർ ടൈം എടുക്കുന്നില്ല, ഫാസ്റ്റായിട്ട് പോവുകയാണ്. ക്ലിക്ക് ചെയ്തു, ഓക്കെ ആവുന്നുണ്ട്. അപ്പോൾ അത് ട്രാക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി വരും. നമുക്ക് ഉറപ്പിക്കുക അല്ലേ. ഇനി എൻ്റെ വണ്ടി ഒന്ന് നോക്കാം. വണ്ടി ഒന്ന് ആഡ് ചെയ്തു. വണ്ടി എവിടേക്ക് മൂവ് ആവുന്നൊന്നുമില്ല, അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അടിപൊളി, ഒറ്റ ക്ലിക്കിലായിട്ടുണ്ട്. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇത്തിരി കട്ട് ചെറുതാക്കി വെക്കുകയാണ്. എന്നിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നമുക്ക് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക, അനലൈസ് കൊടുക്കുക. അടിപൊളി, പക്കയായിട്ട് റിമൂവ് ആയിട്ടുണ്ട് കേട്ടോ, പക്കയായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കാർ ഒന്നുകൂടെ ബീച്ചിൽ കൊണ്ടിടാം. അയ്യടാ, നല്ല അടിപൊളിയായിട്ട് മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ ഫോട്ടോഷോപ്പ് ചെയ്താന്ന് കണ്ടാൽ പറയേയില്ല, അത്രയ്ക്ക് ആർട്ടിഫിഷ്യലായിട്ടുണ്ടെന്ന പോലെ. ഏതായാലും ഇതേപോലെ നിങ്ങൾക്ക് വേണ്ട ഏരിയയിലേക്ക് ഇതിനെ ആഡ് ചെയ്യാം. സ്റ്റേബിളായിട്ട് റെക്കോർഡ് ചെയ്യുക, അതേപോലെ ഒന്നെങ്കിൽ ട്രാക്ക് ചെയ്ത് ആഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി നല്ല ഉപകാരമായിട്ടുണ്ട്. എന്തായാലും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ ഫെദറൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. കൂടുതൽ എന്താ പറയാനുള്ള, കൂടുതലൊന്നും തന്നെ പറയാനില്ല. ഈ ഒരു ഫീച്ചർ അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. അതേപോലെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ആയിട്ട് ഇടുക. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ടെലഗ്രാം, വെബ്സൈറ്റ്, ഫേസ്ബുക്ക് തുടങ്ങിയ എല്ലാ ജാതി സാധനങ്ങളും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതേപോലെ ടെലഗ്രാമിൽ ഓൾറെഡി പഠിക്കാനുള്ള പേജും ആഡ് ചെയ്തിട്ടുണ്ട്. ഒക്കെ നോക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.